എത്തി. കൃഷ്ണമോളെ, നമ്മൾ എത്തിയിടാ. രേവതി എത്തി. എത്തിയോ? നീയല്ലേടി വഴി പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് മുന്നേ ചാടി കയറിയിരുന്നത്. ഞാനിപ്പൊ അങ്ങ് കണ്ണടച്ചേ ഉള്ളന്നേ. ഇറങ്ങ ഇറങ്ങ. നേരെ കിടക്കാൻ പോവാണോ അതോ ചായ വേണോ? ഒരു ചായ കുടിച്ചിട്ടാ ഉറക്കം. എന്നാ വാ. അന്ന് കണ്ടതിനേക്കാളും വലിയ കുട്ടിയായി, മിടുക്കിയായി അല്ലെ മാമച്ചായ? എന്നും ഒരുപോലെ ഇരിക്കോ? പാവക്കുട്ടിയല്ലല്ലോ, കുഞ്ഞു വളരെയല്ലേ. ഞാൻ ഓർത്ത് ഒരിക്കലും വളരത്തില്ലെന്ന് പറഞ്ഞു തന്നതിന് വലിയ ഉപകാരം. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞുങ്ങൾ വളർന്നാണ് വലിയ മനുഷ്യരാകുന്നത്. മച്ചായോ, അങ്കിളുടെ ജനറൽ നോളേജ് ഭയങ്കര തന്നെ. സമ്മതിച്ചല്ലോ. നിങ്ങൾ എവിടെയൊക്കെ പോയി ചിന്നിക്കുട്ടീനെ കൊണ്ട്? പാർക്കില്, ഹോട്ടലില്, ഷോപ്പിംഗ് മോളില്, ടോയ് ഷോപ്പില്. അയ്യോ, നമ്മളും കൂടെ പോണ്ടായിരുന്നു അല്ലേ മാമച്ചായ? അവള് ഞങ്ങളെ ഓർക്കുന്നുണ്ടോടി? ആ, അങ്കിളും ആന്റി എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു. ആണോ? ഒരു ലേഡി അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരുന്നല്ലോ, അതെന്തായി? ഒരു ആൺകുട്ടിയെ അവരെ അഡോപ്റ്റ് ചെയ്തു. ചിന്നമോളുടെ കാര്യത്തില് ത്യാഗഭവനത്തിലെ സിസ്റ്റേഴ്സിന് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങള് പോന്നപ്പോ അവൾക്ക് വലിയ സങ്കടമായോ? അങ്ങനെ വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. കൈവീശി ടാറ്റയൊക്കെ പറഞ്ഞ ഞങ്ങളെ വിട്ടത്. അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തല്ലോ? എല്ലാം കൊടുത്തു. ഓർഫനേജിന് ഡൊണേഷനും കൊടുത്തു. പിന്നെ അവിടെ ഉള്ളവർക്കെല്ലാം സ്വീറ്റ്സും. നന്നായി, കുഞ്ഞുങ്ങള് സന്തോഷായിട്ടിരിക്കട്ടെ അല്ല മാമച്ചായ? അമ്മേ, അമ്മേ ചായ. എന്തു ആടിയത്? അയലത്തുനിന്നല്ലോ ചായ കൊണ്ടുവരുന്നേ, ഇവിടെ തന്നെയല്ലേ? അച്ഛനെ കൂടെ വിളിക്ക്. മനോട്ടാ, അച്ഛനെ വിളിക്ക്. നിനക്ക് വിളിച്ചെന്നെ നിന്റെ വയലിനെ പഴാണ്. ഞെട്ടിപ്പോയല്ലോടി. അവള് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ കന്നം തിരിച്ചിലും. അടി കിട്ടാത്തതിന്റെ കുറവാ. നീ ആരോട് അട്ടഹസിച്ചത്? ഇവിടെ ഞാനല്ലാതെ ആരാ പെൺസ്വരത്തിൽ അച്ഛന്ന് വിളിക്കാൻ? ഞാൻ അച്ഛനെ ചായ കുടിക്കാൻ വിളിച്ചതാ. കൊള്ളാം. വൈജയന്തി വിളിക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ പോലൊരു പെണ്ണ അവളും. ചായ വേണ്ടപ്പോ തന്നെത്താൻ ഇട്ടു കുടിക്കാൻ അറിയാം. എന്റെ കാര്യം എന്നതാ ഇവിടെ പറയുന്നേ? നിനക്ക് ചായ വേണമെങ്കിൽ തനിയെ ചായ ഇടുമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. വൈജയന്തി, ബാബിത ഇന്നലെ രാത്രി ഞാൻ വിളിച്ചായിരുന്നു. അവള് എറണാകുളത്ത് പോയേക്കുവാ. എന്നോട് പറഞ്ഞു അവരെല്ലാരും എറണാകുളത്താണല്ലോ. തോന്നിയതുപോലെ അലഞ്ഞു നടക്കുക. ആരാ ചോദിക്കാനും പറയാനും? ബാലേന്ദ്രൻ എങ്ങാണ്ട് പോയേക്കുവാ. നാഥനില്ല കളരിന്ന് പറഞ്ഞാ മതിയല്ലോ. ആന്റി, ബാബിത എന്നോടൊരു കാര്യം പറഞ്ഞു. സത്യമാണെന്ന് എനിക്കറിയത്തില്ല. അവൾ എന്നതാ പറഞ്ഞു? ബാലേന്ദ്രൻ അങ്കിളുടെ മോളാണ് അലീനയെന്നാണല്ലോ എല്ലാരും പറഞ്ഞു വിശ്വസിപ്പിച്ചേക്കുന്നേ. അതെ, കൊല്ലത്ത് തങ്കശ്ശേരിക്കാരി ഒരു ചട്ടക്കാരി പെണ്ണും ബാലേന്ദ്രനും ദുബായിൽ വെച്ച് അങ്ങനെ ഉണ്ടായ. എന്നാ അതല്ല സത്യം. പിന്നെ എന്തുവാടി? അത് ബാലേന്ദ്രൻ അങ്കിള് വെറുതെ ഒരു കഥയുണ്ടാക്കി പറഞ്ഞതാ, അലീനെ ആരും സംശയിക്കാതിരിക്കാൻ. സത്യാണോടി? ബാലേന്ദ്രന്റെ മോളല്ലേ അലീന? അല്ലെന്നേ, അലീന തന്നെ രോഹിത്തേട്ടനോടും ബബിതയോടും സമ്മതിച്ചു. എന്നിട്ടും വിശ്വാസം വരാതെ ബബിത ബാലേന്ദ്രൻ അങ്കിളോട് പോയി നേരിട്ട് ചോദിച്ചു.
അപ്പൊ ബാലേന്ദ്രൻ അങ്കിള് പറഞ്ഞു അലീന എന്റെ മോളല്ലെന്ന്. രഞ്ജു, നീ കളി പറയുമല്ലോ. അല്ലമ്മേ. ഇപ്പൊ കണ്ടോ കളി വെളിച്ചത്തായുണ്ടോ? ഞാൻ അന്നേ പറഞ്ഞതാ അവള് ബാലേന്ദ്രന്റെ മോളാന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്ന്. ആരും വിശ്വസിച്ചില്ല, ആരും എന്റെ കൂടെ നിന്നില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ശിവേട്ട? സത്യം പുറത്തു വന്ന കണ്ടോ? എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിട്ട് എന്തിന് മോളാണെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവളെ അവിടെ പിടിച്ചു നിർത്തി. ശിവേട്ട ഉത്തരം പറ. മനു, നീയും പറയണം. നിനക്ക് അലീന പരമപരിശുദ്ധയാണല്ലോ. ആ, ശിവേട്ടന് ഒടുവിൽ അലീന എന്ന് പറയുമ്പോ തേൻ ഒലിക്കുമായിരുന്നല്ലോ. നിനക്ക് അലീന പരമപരിശുദ്ധയാണല്ലോ. ആ, ശിവേട്ടന് ഒടുവിൽ അലീന എന്ന് പറയുമ്പോ തേൻ ഒലിക്കുമായിരുന്നല്ലോ. എന്തിനു വേണ്ടി അങ്ങനെ ഒരു കള്ളം പറഞ്ഞു? എന്നെ മിണ്ടാത്തെ? ഒന്നും പറയാനില്ലേ? ശിവേട്ടൻ എന്നാ മിണ്ടാതിരിക്കുന്നേ? വൈജ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങള് രണ്ടുപേരും കൂടിയാണല്ലോ ബാലേന്ദ്രൻ പറഞ്ഞ കള്ളക്കഥകള് എല്ലായിടത്തും നടന്ന് വിളമ്പിയത്. മനു, നീ ഇതിന് സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. ശിവേട്ടാ, മുകളിലൊരാളെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട്. അറിയോ, ഞാൻ സഹിച്ച അപമാനം, ഞാൻ അനുഭവിച്ച വേദന, ഇതൊന്നും വെറുതെ പോകത്തില്ല. അലീന ബാലേന്ദ്രന്റെ മോളല്ലെങ്കിൽ പിന്നെ എന്തിന് ബാലേന്ദ്രൻ അവളെ കടപ്പാട്ടൂരി വീട്ടിൽ പിടിച്ചു നിർത്തി? കുടുംബത്തിൽ ഇത്രയും കലഹം ഉണ്ടായി, ഭാര്യ പിണങ്ങിപ്പോയി, ബന്ധുക്കൾ ഇണങ്ങിയും പിണങ്ങിയും പറഞ്ഞു, സ്വന്തം മക്കൾ വരെ എതിർത്തു. എന്നിട്ടും ബാലേന്ദ്രൻ എന്തിന് അവളെ പറഞ്ഞയക്കാതെ കൂടെ താമസിപ്പിച്ചു? ശിവേട്ടന് മറുപടി ഇല്ലേ? മനു, നീ അവളെ കെട്ടുവെന്ന് കൊട്ടിഘോഷിച്ചാണല്ലോ. നീ ഇതിനുത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. നീ കിടന്ന് കലിക്കാതെ രഞ്ജു ബാക്കി കൂടി പറയട്ടെ. ബാക്കി എന്നാ പറയാനാ? അലീന ബാലചന്ദ്രന്റെ മകളല്ലെന്ന് ബബിതയോട് സമ്മതിച്ചു. ബബിത അത് നേരിട്ട് ചോദിച്ചപ്പോ ബാലചന്ദ്രൻ അത് ശരിവെച്ചു. എന്തുകൊണ്ട്? ആരെങ്കിലും അവരെ നിർബന്ധിച്ചോ? അതോ CID പണി നടത്തി അവരുടെ പിറകെ നടന്ന് രഹസ്യം കണ്ടുപിടിച്ചതാണോ? അല്ലല്ലോ, അവര് തന്നെത്താൻ പറഞ്ഞതല്ലേ. എന്തുകൊണ്ടത് നേരത്തെ പറഞ്ഞില്ല? എന്തുമാത്രം വഴക്കും പ്രശ്നം ഉണ്ടായി? അന്നൊന്നും ഈ കാര്യം പറഞ്ഞില്ലല്ലോ. നേരത്തെ പറയാറുന്നില്ലേ? എന്തിന് കള്ളം പറഞ്ഞു? ശിവേട്ടന് മനു എന്നാ ഒന്നും സംഭവിക്കാത്ത മട്ടിലിരിക്കുന്നേ? കള്ളം പറഞ്ഞ് നിങ്ങളെയും പറ്റിച്ചല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ഒരു ദേഷ്യവും തോന്നുന്നില്ലേ? ശിവേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നേരെ ബാലേന്ദ്രന്റെ മുമ്പിലോട്ട് ചെന്നിട്ട് നീ എന്നാ എരപ്പാളിത്തരമാടാ എന്നോട് പറഞ്ഞെന്നും ചോദിച്ചു ചെകിട്ടത്ത് 4 എണ്ണം പൊട്ടിച്ചേനെ. അതിന് ബാലചന്ദ്രൻ ടൂർ പോയേക്കുമല്ലേ ഗോവർദ്ധനെയും കൂട്ടി. തിരിച്ചു വരട്ടെ, ചോദിക്കാം. മനു, നീയായിരുന്നു അലീനക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. നിന്നെ അവളെ പറ്റിച്ചില്ലേ? നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ ഒരു പുരുഷനാണോടാ? രഞ്ജു, അവരെന്തുകൊണ്ടാണ് സത്യം എല്ലാം തുറന്നു പറഞ്ഞെന്ന് ബബിത പറഞ്ഞില്ലേ? അതും പറഞ്ഞു. അലീന പോകും ആ വീട്ടിന്ന്. ചെയ്യാത്തൊരു തെറ്റിന്റെ കളങ്കം ബാലേന്ദ്രൻ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച എല്ലാം തുറന്നു പറഞ്ഞേന്ന്. അയ്യോടി, കളങ്കമില്ലാത്ത ഒരുത്തി. ബാലേന്ദ്രൻ നിഷ്കളങ്കൻ. അവക്ക് ഇപ്പോഴാണോ ബോധോദയം ഉണ്ടായത്? ബാലേന്ദ്രനോട് ജീവിച്ച് കൊതിയും മതിയും തീർന്നപ്പം. വൈജയ്, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. അത് നിനക്ക് നല്ലതിനല്ല. ആവശ്യമില്ലാത്ത ചെയ്യാം, പറയാൻ പാടില്ലല്ലേ? ബബിത ഇത്ര പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. അലീനയും ബാലേന്ദ്രൻ അങ്കിളിനെയും എല്ലാരും വെറുതെ സംശയിക്കുകയും മോശമായ രീതിയിൽ കാണുകയും ചെയ്തു. അയ്യോ, ആ സംശയം മാറ്റാൻ വേണ്ടിയാ സ്വന്തം മോളാണെന്ന കഥ ബാലേന്ദ്രൻ അങ്കിള് എല്ലാരോടും പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഇനിയിപ്പോ അലീന വീട് വിട്ടു പോകാൻ തീരുമാനിച്ച കാരണം കൊണ്ട് അങ്ങനെ ഒരു കഥയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാ ബബിത പറഞ്ഞത്. അതല്ലേ ആന്റി സത്യം? എടാ പോടാ പൊട്ടാ. ഇത്രയും നാളെ നിന്നെ അവള് പൊട്ടം കളിപ്പിച്ചു. എന്നിട്ട് അവളിപ്പോ പറയുന്ന വിശ്വസിക്കാണോ? അലീന ബാലചന്ദ്രന്റെ മോളല്ലെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ വൈജയ്? അതാണ് സത്യം.
ഈ സത്യം ഞാൻ 100 ആവർത്തി പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഓക്കെ, സത്യം പറഞ്ഞതിന് അവരെ ശിക്ഷിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞതിനല്ല, അതിനു മുമ്പേ കള്ളം പറഞ്ഞു പരത്തിയതിന്. ആ. എന്തായാലും ബാലേന്ദ്രൻ തിരിച്ചു വരട്ടെ. മനു, നീ രക്ഷപ്പെട്ടു പോകാൻ നോക്കണ്ട. ടൂറിന് പോയവരൊക്കെ വരട്ടെ ആന്റി. ഓക്കെ. ആ ഓക്കെ, ദേ ഇറങ്ങുക. അങ്ങോട്ട് തന്നെ വരാം. അവിടെ തന്നെ കാണണേ. വേറെ പരിപാടിയൊന്നും പിടിച്ച് പോയേക്കല്ലേ. ആ ശരി, ഓക്കെ. എന്താ? എങ്ങോട്ടാ? വക്കീലിനെ കാണണം. ഹരിയുടെ കാര്യം സംസാരിക്കണം. അടുത്ത തവണ കോടതിയിൽ ഹാജരാക്കുമ്പോ ഉറപ്പായും ജാമ്യം കിട്ടുമെന്ന് അയാൾ പറഞ്ഞു. ബാറിലാണോ ക്ലബിലാണോ മീറ്റിംഗ്? അതെന്താ കമല അങ്ങനെ ഒരു വർത്തമാനം? ഞാൻ അവിടെ വെച്ച് അയാളെ കാണാറുള്ളൂ. അതിന് ഞാൻ ഉത്തരം പറയണോ? എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നതാ കമലെ? നിങ്ങൾക്ക് രഞ്ജിനി പറഞ്ഞ കാര്യം നേരത്തെ അറിയത്തില്ലായിരുന്നോ? അലീന ബാലേന്ദ്രന്റെ മകളല്ല എന്ന്. ചേടാ, ഇത് വല്ലാത്ത വയ്യാവേലിയായല്ലോ. നീ ഇതുവരെ അത് വിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവര് വന്നിട്ടേ സംസാരിക്കുമെന്ന്. ഞാൻ പോട്ടെ. സമയത്തിന് എത്തിയില്ലെങ്കിലേ വക്കീലിന്റെ പാട്ടിന് പോവും. അവിടെ നിന്നേ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ അവള് ബാലേന്ദ്രന്റെ മകളല്ലാന്ന്? എന്നിട്ട് ഇവിടെ കിടന്ന് ബാലേന്ദ്രന്റെ സൈഡും പറഞ്ഞ് എന്തൊരു അഭിനയമായിരുന്നു. ഇനിയിപ്പൊ എനിക്ക് അറിയായിരുന്നു തന്നെ വെച്ചോ. അതിനിപ്പോ എന്നാ? അവര് തമ്മിൽ തല്ലി പിരിയാതിരിക്കാൻ, അലീനയെ അവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ ബാലചന്ദ്രൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. ബാലചന്ദ്രൻ ചെയ്യുന്നതിൽ ഒരു നന്മയും ന്യായവും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാനും മനും പിന്നെ അത് ആരടുത്തും തിരുത്താൻ പോയില്ല. ഓ, അപ്പൊ മനുവിനും അറിയായിരുന്നോ? അല്ല, അങ്ങനെയല്ല. അവൻ അറിയാമോന്ന് എനിക്കറിയാൻ വയ്യ. ഞാനൊരു ഊഹം വെച്ചങ്ങ് പറഞ്ഞതാ. അവന് ഞെട്ടിയില്ലല്ലോ രഞ്ജിനി കാര്യം പറഞ്ഞപ്പോ. അതാ. തന്തയും കൊള്ളാം, മോനും കൊള്ളാം. നീ എന്നാത്തിനാ ഇതിന്റെ ഒക്കെ പുറകെ പോകുന്നത്? നീ അത് വിട്ടേക്ക് കമല. അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ഇനി ഇടപെടാൻ പോണ്ട. വെറുതെ സമയം പോകത്തേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്നാ വേണേലും കാണിക്കും. തോന്നും പോലെയാണല്ലോ തീരുമാനങ്ങളും വരവും പോക്കും എല്ലാം. എന്ത് വേണമെങ്കിലും കാണിക്കും. ഇത് ഞാനങ്ങ് മറന്നുകളയെന്ന് വിചാരിക്കണ്ട. പൊന്നു പെങ്ങൾക്ക് വേണ്ടി ഇനി എന്റെ അടുത്ത് വാദിക്കാൻ വരുമ്പോ ഞാൻ പറയാ ഇതിന്റെ ബാക്കി. ആലോചനയിലാണല്ലോ. ഒരു ചായ കുടിക്കായിരുന്നാണോ ഭയങ്കര ആലോചന? ഒന്ന് ആസ്വദിച്ചു കുടിച്ചു പോയതാണേ. അതെ അതെ, ഞാൻ വിശ്വസിച്ചു. എറണാകുളത്താണോ മനസ്സ്, അതോ ഇവിടെയാണോ? അതൊരു കൊനഷ്ട് ചോദ്യമാണല്ലോ. എന്റെ ഉത്തരത്തിന് പ്രസക്തി ഉണ്ടോ? ഏയ്, എവിടെ. എന്നാണേലും എറണാകുളത്താണെന്നേ ഞാൻ പറയൂ. മനുവേട്ടൻ വേറെ എന്ത് പറഞ്ഞാലും ഇത് പറഞ്ഞാലേ എനിക്കൊരു സുഖമുള്ളൂ. അതെ, ഞാൻ പറഞ്ഞേ കൊനഷ്ടായിരിക്കും. നല്ല വിഷമമുണ്ടല്ലേ എറണാകുളം പോവാൻ പറ്റാത്തതിന്? എന്തു വിഷമം അല്ലേ? അല്ലേലും ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അലീനയ്ക്ക് അല്ലേലും ഇനി അവരോട് അങ്ങനെ ഒരു യാത്ര പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇല്ലാത്ത തന്നെയാണ് നല്ലത്. നീ അതിൽ എത്ര കൊനഷ്ടു കൂത്താൻ നോക്കിയാലും അതങ്ങനെയാണ് വേണ്ടത്. അലീനയോ? ഏതലീന?
ഞാൻ ഉദ്ദേശിച്ചത് മനുവേട്ടന് വർക്ക് ഫ്രം ഹോം കിട്ടി എറണാകുളം പോവാൻ പറ്റാത്തതിന്റെ വിഷമാണെന്നാ. അയ്യാ ആയിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. ആ നീ ചിരിക്കേ. ഒരു ദിവസം എനിക്കും കിട്ടും. നീ നോക്കിക്കോ. അച്ഛൻ അവിടെ പോയി മനുവേട്ട? ഹരിയുടെ കാര്യത്തിന് വക്കീലിനെ കാണാൻ പോയേക്കോ? ഹരിയേട്ടന് ഇത്തവണയെങ്കിലും ജാമ്യം കിട്ടുമോ? അറിയില്ല. മനുവേട്ടനും കൂടെ പോവാൻ മേലായിരുന്നോ അച്ഛനൊരു ഹെൽപ്പിന്? ഇതിപ്പോ കുറെ തവണത്തെ പോക്കായി. ഇപ്പൊ അച്ഛൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് ശീലം. ജാമ്യം കിട്ടിയാ മതിയായിരുന്നു അല്ലേ മനുവേട്ട? മനുവേട്ടന് എന്നതാ ആഗ്രഹം? ജാമ്യം കിട്ടണമെന്നാണോ വേണ്ടെന്നാണോ? അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം രഞ്ജു. എങ്കിലും അവൻ എന്താണ് ചെയ്തതെന്നും അതിന്റെ വ്യാപ്തിയും ആഴം എന്താണെന്ന് അവന് മനസ്സിലാവും. അതുകൊണ്ട് അവൻ അവനെ തന്നെ തിരുത്താൻ കിട്ടിയൊരു സമയമാണിത്. അവനൊരു മാറ്റം ഉണ്ടായെങ്കിൽ അത് കണ്ട് വിധി തീരുമാനിക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. അവര് തീരുമാനിക്കട്ടെ. നമ്മുടെ അമ്മയെ കറക്റ്റ് സമയത്ത് 4 പെട വെച്ചു കൊടുത്തായിരുന്നെങ്കിലേ ഇതിവിടെ വരെ എത്തത്തില്ലായിരുന്നു. ഞാൻ എന്റെ പണിക്ക് പോട്ടെ കേട്ടോ. വിളിച്ച വെല്ലിച്ചനാണല്ലോ. ഹലോ വെല്ലിച്ച. ഹലോ മനു, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് വെല്ലിച്ച. അവനോ ശിവൻ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ അച്ഛൻ വക്കീലിനെ ഒന്ന് കാണാൻ പോയതാ. ഫോൺ സൈലന്റ് ആക്കി കാണും. വക്കീലിനെ കാണാനോ? ആ വെല്ലിച്ച, അടുത്ത ഹിയറിങ്ങിന് ഹരിക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനായിരുന്നേ. കിട്ടുമോ? കിട്ടുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ കാണത്തില്ലേ? ഒരിടത്തും പോകത്തില്ലല്ലോ? വേറെ പ്ലാനൊന്നും ഇല്ലല്ലോ? ഇല്ലില്ല, ഇവിടെ തന്നെ കാണും. എന്തു പറ്റി? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക, അതാ ചോദിച്ചേ. ആ ഇങ്ങോട്ട് വരുവാണോ? ഓക്കെ വെല്ലിച്ച, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വായോ. എവിടെ എത്തി? ഇനി മാക്സിമം ഒരു 1 hour. ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറയാം. ഓക്കെ 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 വെല്ലിച്ച. ശരി, ബൈ. ബൈ. എന്തു പറ്റി മനുവേട്ട? വെല്ലിച്ചൻ എന്നാ പറഞ്ഞ? വെല്ലിച്ചൻ ഇങ്ങോട്ട് വരുവാന്ന് 1 hour എത്തും. അത്രേ ഉള്ളോ? ഇതിനാണോ കൊക്ക് പാടത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നെ? അല്ല, വെല്ലിച്ചന് ഒരു മുന്നറിയിപ്പിലാണ് ഇങ്ങനെ ഒരു വരവ് വരണമെങ്കിലേ എന്തൊരു പ്രശ്നമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് വരവ്. അല്ല, ഈ പാടത്തെ കൊക്കിനെ നീ എപ്പോ കണ്ടു? അതാ കുമരകത്ത് കുറെ എണ്ണം ഉണ്ടായിരുന്നു. ആ. എന്നാ പിന്നെ ആലോചിച്ച് നിക്കിവിടെ, ഞാൻ എന്റെ പണിക്ക് പോട്ടെ. നിനക്ക് ഈ വീട്ടിൽ തീറ്റ ഉറക്കമല്ലേ പണി? നീ ചായടിയിലും. യെസ് അതെ, ആ. അതിന് തന്നെയാ പോകുന്നെ. ആ ഗ്ലാസ് തന്നേക്ക്, ഞാൻ കഴുകി വെച്ചേക്കാം. താങ്ക്സ്. സ്റ്റാൻലിയെ തേടി ബാലചന്ദ്രൻ.